ഗോജോ ഈസ് ബാക്ക് ഏതാണ്ട് അങ്ങനെയൊക്കെ പറയാം. ലേറ്റസ്റ്റ് ചാപ്റ്ററിന്റെ അകത്ത് സുക്കൂണ ഡൊമൈൻ എക്സ്പാൻഷൻ യൂസ് ചെയ്യാൻ പോവായിരുന്നു. സുക്കൂണ വന്ന ഒരാൾ എഴുന്നേറ്റ് കാണിക്കും. എന്നിട്ട് ഗോജോയുടെ ഐസ് കാണിച്ചുകൊണ്ട് ആ പാനിൽ തീരുക. ഗഗ വന്നിട്ട് ഇതിനൊരു ത്രില്ലില്ല. അങ്ങനെ യൂട്ട ഗോജോയുടെ ബോഡി കൺട്രോൾ ചെയ്യും. അടുത്ത ചാപ്റ്റർ, അതായത് 261 ചാപ്റ്ററിൽ ഐ അണ്ടർസ്റ്റിമേറ്റ് യൂട്ട എന്ന് സുക്കൂണ പറയും. എന്നിട്ട് ഗോജോയുടെ ബോഡി കൺട്രോൾ ചെയ്യുന്ന യൂട്ടനെ കാണിക്കും. അടുത്ത സീനില് കെഞ്ചാക്കുവിന്റെ തല്ലിലുള്ളൊരു മാർക്കുണ്ട്. അതേപോലെ ഒരു സെയിം മാർക്കും ഗോജോയുടെ തലയിൽ നിന്ന് കാണാൻ പറ്റും. ഇത് കഴിഞ്ഞ് എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് കാണിക്കും. യൂട്ടയുടെ കേഴ്സ് ടെക്നിക്ക് എന്നാന്ന് വെച്ചാൽ കക്കാശിനെ പോലെയാ, വേറെ ആൾക്കാരുടെ ജുട്സ് കോപ്പി ചെയ്യാൻ പറ്റും. യൂട്ട കെഞ്ചാക്കൂടെ ജുട്സ് കോപ്പി ചെയ്യും. കെഞ്ചാക്കൂടെ കേഴ്സ് ടെക്നിക്ക് എന്നാന്ന് വെച്ചാൽ മരിച്ച ആൾക്കാരുടെ ബോഡി റിക്കവർ ചെയ്യാൻ പറ്റും. സോ ഇതിലൂടെ യൂട്ടയ്ക്ക് ഗോജോയുടെ ബോഡി കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫ്ലാഷ് ബാക്കിന് ശേഷം സുക്കൂണയും ഗോജോയും നേർക്ക് നിന്നിട്ട് ഡൊമൈൻ എക്സ്പാൻഷൻ യൂസ് ചെയ്യും. അങ്ങനെ ഈ പാനൽ തീരുക. എന്തായാലും അടുത്ത ചാപ്റ്റർ വരുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും. ഈ പുതിയ ചാപ്റ്ററോടെ തന്നെ ഗോജോയുടെ തിരിച്ചറിവിന്റെ കാര്യത്തിൽ തീരുമാനമായി കാണും. ഇപ്പൊ ഗോജോ ഫാൻസിലേക്ക് ഹാപ്പി ആയി കാണുമായിരിക്കും.